ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സ്റ്റുഡിയോയാണ്. അങ്ങനെ വിസ്മയ്ക്ക് വേണ്ടി പാടിയിട്ട് ശ്യാമ ഇറങ്ങുമ്പോൾ ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടി പറയുകയാണ്, വളരെ നന്നായിട്ടുണ്ടായിരുന്നു വിസ്മയ. മോൾ അല്പം ടയേർഡാണ്, ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണമെന്ന് അരുന്ധതി പറയുമ്പോൾ ശരിയെന്ന് അവർ പറയുന്നു. അങ്ങനെ ശ്യാമ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് GK സാറിനെ തിരക്കിക്കൊണ്ട് സ്റ്റുഡിയോയിലേക്ക് വരുന്ന അഖിലിനെയാണ്. GK സാറില്ലേ എന്ന് അഖിൽ ചോദിക്കുമ്പോൾ റെക്കോർഡിംഗ് മുടങ്ങിയത് കൊണ്ട് അവരിവിടുന്ന് പോയെന്നും പാടാൻ വരാമെന്നേറ്റ ആള് പറ്റിച്ചെന്നും ആ റിസപ്ഷനിസ്റ്റ് പറയുകയാണ്. അതേസമയം ഇതൊക്കെ കേട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് ശ്യാമ. എന്റെ കണ്ണ, ഞാൻ കാരണമായി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്, ഇനി ഞാനിപ്പോ എന്ത് ചെയ്യാനാണെന്ന് ശ്യാമ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. ശ്യാമയെ കാണാത്തതിന്റെ ടെൻഷനിൽ നിൽക്കുകയാണ് അഖിലും ദേവകിയും. എങ്കിലും ശ്യാമ എവിടെ പോയെന്ന് ദേവകി പറയുമ്പോ ജയന്തി പറയുകയാണ്, അവള് മുങ്ങിക്കാണും. ഈ കുറച്ച് പീക്കിരി പിള്ളേരുടെ മുമ്പിലിരുന്ന് അക്ഷരം പഠിപ്പിക്കുന്നത് പോലെയാണോ വലിയ സ്റ്റുഡിയോയിലൊക്കെ പോയി പാട്ട് പാടുന്നത്? അതേസമയം കരഞ്ഞുകൊണ്ട് ശ്യാമ അങ്ങോട്ടേക്ക് വരികയാണ്. ശ്യാമയെ കണ്ടിട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അഖിൽ. ഇത്രയും നേരം നീ എവിടെയായിരുന്നെന്നൊക്കെ ചോദിച്ച് ദേവകി ശ്യാമയ്ക്ക് നേരെ ദേഷ്യപ്പെടുമ്പോൾ അഖിൽ പറയുകയാണ്, താൻ ആരെക്കുറിച്ച് ഓർത്തില്ലെങ്കിലും തൻ്റെ അച്ഛനെക്കുറിച്ച് തനിക്കൊന്ന് ഓർക്കായിരുന്നു. പിന്നെ തൻ്റെ പുറകെ തന്നെ ഇങ്ങനെ പരിചരിച്ചുകൊണ്ട് നടക്കുന്ന തൻ്റെ അമ്മയെക്കുറിച്ച് തനിക്ക് ഓർക്കാമായിരുന്നു. പിന്നെ ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ആർക്ക് വേണ്ടിയാ? തനിക്ക് വേണ്ടിയല്ലേ? താനൊരു വലിയ പാട്ടുകാരിയാകാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്? എന്താണെങ്കിലും താൻ ചെയ്തതൊക്കെ കൊള്ളാമെന്ന് അഖിൽ പറയുമ്പോൾ അഖിലിന് നേരെ കൈകൂപ്പിക്കൊണ്ട് പൊട്ടിക്കരയുകയാണ് ശ്യാമ. സാറിപ്പോൾ എന്നോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ കരയുകയാണ്. ഞാൻ ചെയ്തതിന് എല്ലാത്തിനും മാപ്പെന്നും ശ്യാമ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, സോറിയടോ, തൻ്റെ കാര്യമൊന്നും ചോദിക്കാതെ ഞാൻ തൻ്റെ നേരെ ദേഷ്യപ്പെട്ടു. തനിക്ക് പാട്ട് പാടാൻ സാധിക്കുമോ? ഞാൻ ആ GK സാറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് അഖിൽ ചോദിക്കുമ്പോൾ വിളിക്കാൻ പറയുകയാണ് ശ്യാമ. അതേസമയം ഇപ്പോൾ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും ശ്യാമയുടെ കരണം പുകച്ച് അഖിൽ രണ്ടെണ്ണം കൊടുക്കുമെന്നൊക്കെ കാത്തിരുന്ന ജയന്തി അവിടെ ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഖില് GK സാറിനെ വിളിച്ച് ക്ഷമ ചോദിക്കുന്നതാണ്. ശ്യാമയെ കണ്ടുകിട്ടിയെന്നും ഞങ്ങൾ റെക്കോർഡിങ്ങിന് വേണ്ടി ഉടൻ എത്താമെന്നൊക്കെ അഖില് GK സാറിനോട് പറയുമ്പോൾ ശരിയെന്ന് പറയുകയാണ് GK. പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നതാണ്. GK സാറ് തിരിച്ചു വരാമെന്നാ പറഞ്ഞത്, വന്നാൽ ഭാഗ്യമെന്ന് അഖിൽ പറയുന്നു. എല്ലാം ഞാൻ കാരണമല്ലേ, ഞാൻ എങ്ങനെ എല്ലാവരോടും മാപ്പ് ചോദിക്കാനാണെന്ന് ശ്യാമ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, താൻ തൻ്റെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക, എന്നിട്ട് നല്ല രീതിയിൽ പാട്ട് പാടിയാൽ മാത്രം മതി. പിന്നീട് കാണിക്കുന്നത് GK സാറും പ്രൊഡ്യൂസറും കൂടി അങ്ങോട്ടേക്ക് വരുന്നതാണ്. അവരെ കണ്ടയുടൻ തന്നെ ശ്യാമ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. അഖിൽ വിളിച്ച് ക്ഷമ പറഞ്ഞതുകൊണ്ടൊന്നുമല്ല ഞങ്ങൾ വന്നത്, താൻ മാത്രം പാടിയാലേ എൻ്റെ പാട്ട് ശരിയാകുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് മാത്രമാണെന്ന് GK പറയുന്നു. ഇത് കേൾക്കുന്ന പ്രൊഡ്യൂസർ പറയുകയാണ്, എന്നാലും താൻ കാണിച്ചത് വലിയ മോശം പരിപാടി തന്നെയായിരുന്നു. ഇത് കേൾക്കുന്ന അഖില് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്നും നിങ്ങളുടെ വലിയ മനസ്സിന് നന്ദിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇന്ന് തന്നെ റിഹേഴ്സലും റെക്കോർഡിങ്ങും നടക്കണമെന്ന് പറഞ്ഞ് അവര് അകത്തേക്ക് പോകുന്നു. അങ്ങനെ ശ്യാമ GK സാറിന് വേണ്ടി പാടുകയാണ്. ശ്യാമയുടെ സ്വരമാധുരിയിൽ ലയിച്ചിരിക്കുകയാണ് എല്ലാവരും. ശ്യാമ പാട്ട് പാടി കഴിയുമ്പോൾ നിറഞ്ഞ കയ്യടിയോടെ ശ്യാമയെ സ്വീകരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ GK സാറും പ്രൊഡ്യൂസറും ശ്യാമയുടെ പാട്ട് ഗംഭീരമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ എനിക്ക് പാടാൻ വേണ്ടി വീണ്ടും ഒരു അവസരം തന്നില്ലേ, അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. തുടർന്ന് ശ്യാമയെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് അഖിൽ. പിന്നീട് കാണിക്കുന്നത് അശ്വതിയെയും ശ്രീമോളെയുമാണ്. ശ്രീമോള് അശ്വതിയോട് ചോദിക്കുകയാണ്, അമ്മേ, അമ്മ ശ്യാമാൻറ്റിയുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? എന്ത് രസമാണെന്നറിയുമോ പാട്ട് കേൾക്കാൻ? അയ്യോ അമ്മേ, ഞാനൊരു കാര്യം മറന്നു, ഇന്നൊരു നോട്ട്ബുക്കും കൊണ്ട് ചെല്ലണമെന്നായിരുന്നു ശ്യാമാൻറ്റി പറഞ്ഞത്. അതിനെന്താ, നമുക്ക് ആ കടയിൽ നിന്ന് വാങ്ങാമെന്ന് അശ്വതി പറയുന്നു. ഇത് കേൾക്കുന്ന മോള് പറയുകയാണ്, വേണ്ടമ്മേ, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. എങ്കിൽ ശരി, ഞാൻ ക്രോസ് ചെയ്യിപ്പിക്കാം. അത്രയും പറഞ്ഞ് അശ്വതി ശ്രീമോളെ ക്രോസ് ചെയ്യിപ്പിക്കുകയാണ്. അതേസമയം അതിലേ പോകുന്ന അരുൺ അശ്വതിയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അരുണിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അശ്വതിയും. അഭിരാമി എന്ന് വിളിച്ചുകൊണ്ട് അശ്വതിയുടെ പിന്നാലെ ചെല്ലുകയാണ് അരുൺ. തുടർന്ന് അവിടെ നിന്ന് ഓടി അകലുകയാണ് അശ്വതിയും. അഭിരാമി, ഒന്ന് നിന്നേ, അഭിരാമി എന്ന് വിളിച്ചുകൊണ്ട് അരുൺ അശ്വതിയുടെ പിന്നാലെ ഓടുന്നു. തുടർന്ന് തൻ്റെ വണ്ടിക്കരികിലേക്ക് ധൃതിയിൽ പോയി അശ്വതിയുടെ പിന്നാലെ പോവുകയാണ് അരുൺ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.